ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെ പച്ചപ്പയർ തോരൻ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പികൾ എന്തെല്ലാമെന്ന് കിച്ചണിൽ പോയി നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൻ ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ. വെൽക്കം ടു റെയിൻ ഡ്രോപ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ പച്ചപ്പയർ തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി നല്ല പച്ചപ്പയർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള പച്ചപ്പയർ എടുക്കുക. ഇതുപോലത്തെ നല്ല പച്ച കളറുള്ള പയറാണ് പച്ചപ്പയർ എന്ന് പറയുന്നത്. അടുത്തായി നമുക്കിത് തൊലി പൊളിച്ചെടുക്കണം. തൊലി പൊളിച്ച് അതിൻ്റെ അകത്തെ പയർ മാത്രം എടുക്കണം, തൊലിയുടെ ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 2-3 പയർ വെട്ടിക്കണ്ടി ചെരിഞ്ഞിടുക. അപ്പോൾ അതിനായി നമുക്ക് 6 പഴുത്ത മുളകാണ് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തേങ്ങ പകുതി മൊത്തം ചിരണ്ടിയത്. ഇത് രണ്ടും മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മളിവിടെ തേങ്ങയും പച്ചമുളകും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചീനിച്ചട്ടിയാണ് ആവശ്യം. അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാനിവിടെ ഒഴിക്കുന്നത് ജീവ കോക്കനട്ട് ഓയിലാണ്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് ഒഴിച്ചെടുക്കുന്നു. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടുന്നു. ആവശ്യമുള്ളത്ര കരിവേപ്പില ഇടാവുന്നതാണ്. അതൊന്ന് ഇളക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചമുളകും തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുന്നു. അടുത്തത് നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച പച്ചപ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി വെന്തില്ലാതെ തോന്നുന്നു. നമുക്ക് ഒന്നാമതൊന്ന് ചെറുതായിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന സ്വാദിഷ്ടമായ പച്ചപ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇഞ്ചിപ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് രുചി നോക്കാം. സൂപ്പറാണ്. അപ്പോൾ വീഡിയോ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.